ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് വൈഷ്ണവർ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതായ എന്ന് പറയുന്ന മന്ത്രം ഉപയോഗിക്കാറുണ്ട്. അവരവരുടെ ജീവിതചര്യയിൽ അത് കൊണ്ടുവരാറുണ്ട്. വൈഷ്ണവർ അങ്ങനെ ചെയ്യുമ്പോൾ ശൈവർ ഓം നമഃശിവായ ചൊല്ലാറുണ്ട്. ഗണപതി മതക്കാർ ഓം ഗണപതയെ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഓരോ ഉപാസകരും അവരുടേതായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. എന്നാൽ വാസ്തു കുലധർമ്മമായിട്ടുള്ള വിശ്വകർമ്മജർ തങ്ങളുടെ ഗുരു സമ്പ്രദായത്തിൽപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന നമ്മുടെ വാസ്തുവിനെ ഒരിക്കലും ഭജിക്കാറില്ല, അല്ലെങ്കിൽ വാസ്തുപുരുഷ മന്ത്രം ചൊല്ലാറുമില്ല. വാസ്തുപുരുഷ മന്ത്രം എന്നത് ഏതെങ്കിലും ഒരു അർച്ചനയ്ക്കോ ഏതെങ്കിലും ഒരു പൂജയ്ക്കോ എടുക്കുന്നതല്ല. മറിച്ച് തൻ്റെ നിർമ്മിതിയിൽ, തൻ്റെ ഓഫീസിൽ, തൻ്റെ കർമ്മത്തിൽ മുന്നോടിയായിട്ട് ഈ ഭൂമി തന്നെയാകുന്ന വാസ്തുപുരുഷൻ, ഈ ഭൂമി തന്നെയാകുന്ന എൻ്റെ ഗുരു, ഈ ഭൂമി തന്നെയാകുന്ന ഈ പ്രപഞ്ചം, ഈ ഭൂമി തന്നെയാകുന്ന എൻ്റെ ശക്തി, ഈ ഭൂമി തന്നെയാകുന്ന എൻ്റെ ജീവൻ, എന്നിലുള്ള നെഗറ്റീവുകളെ അകറ്റിക്കൊണ്ട് ഈ കർമ്മം പരിപൂർണ ശുദ്ധമാക്കി തരണമേ എന്ന് മാത്രമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും വാസ്തുപുരുഷ മന്ത്രം ചൊല്ലുന്നത് അത്യുത്തമമാണ്. അതിങ്ങനെയാണ്: നമസ്തേ വാസ്തുപുരുഷായ ഭൂഷയ്യാവിരത് പ്രഭോ മദ്ഗൃഹം ധനം ധാന്യാദി സമൃദ്ധിം കുരു സർവധാ. അതായത് എൻ്റെ ഈ ഗൃഹത്തിൽ വാസ്തുപുരുഷൻ എല്ലാ ഗുണങ്ങളും തരികയും എൻ്റെ ഗൃഹത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും ധനവും ധാന്യവും ഒക്കെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കർമ്മത്തിന് കൂടെ ഉണ്ടാവണമേ എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈ വാസ്തുപുരുഷ മന്ത്രം എല്ലാവരും ഗൃഹത്തിലും തൻ്റെ കർമ്മസ്ഥലങ്ങളിലുമൊക്കെ പ്രയോഗിച്ച് ഉത്തമന്മാരാകുക. നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.